ഫിഷറീസ് ഗ്രാമവികസന വകുപ്പുകളുടെ മുൻ മന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് MT പത്മ അന്തരിച്ചു. മുംബൈയിലായിരുന്നു മരണം. മൃതദേഹം ബുധനാഴ്ച കോഴിക്കോട്ടേക്ക് എത്തിക്കും. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു മരണം. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, കെ കരുണാകരൻ മന്ത്രിസഭയിലാണ് എന്നാണ് വിശ്വാസം. ഗ്രാമവികസനം അതേപോലെ തന്നെ ഫിഷറീസ് വകുപ്പുകളുടെ മന്ത്രിയായി MD പത്മ പ്രവർത്തിച്ചിരുന്നു. കെ കരുണാകരൻ്റെ ഏറ്റവും വിശ്വസ്ത അനുയായി എന്നുള്ള നിലയിൽ ആണ് അവർ സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അറിയപ്പെട്ടിരുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മുംബൈയിലായിരുന്നല്ലോ അന്ത്യം. കൂടുതൽ വിവരങ്ങൾ. 81 വയസ്സായിരുന്നു MT പത്മയ്ക്ക്. മുൻമന്ത്രിയും കോൺഗ്രസിന്റെ കരുത്തുറ്റ വനിതാ നേതാവും ഒക്കെയായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മകൾക്കൊപ്പം മുംബൈയിലായിരുന്നു താമസം. നാളെ മൃതദേഹം നാട്ടിലേക്ക് കോഴിക്കോടേക്ക് എത്തിക്കും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. KSUവിലേക്കൂടെയും യൂത്ത് കോൺഗ്രസിലേക്കൂടെയൊക്കെ ആയിരുന്നു ഈ MT പത്മയുടെ സംഘടനാ പ്രവർത്തനം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തലപ്പത്തേക്കുള്ള വളർച്ച. മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി, കോഴിക്കോട് DCC സെക്രട്ടറി, ട്രഷറർ എന്ന നിലയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്നു. 1999, 2004 വർഷങ്ങളിലൊക്കെ വടകരയിൽ നിന്ന് മത്സരിച്ചിരുന്നെങ്കിലും, ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നെങ്കിലും 1999 പാലക്കാട് നിന്നും 2004 വടകരയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നെങ്കിലും പരാജയപ്പെട്ടു. കൊയിലാണ്ടിയിൽ നിന്നാണ് ഈ നിയമസഭയിലേക്ക് MD പത്മ തെരഞ്ഞെടുക്കപ്പെട്ടത്. 8ഉം 9ഉം മന്ത്രിസഭയിൽ ആയിരുന്നു. കെ കരുണാകരൻ മന്ത്രിസഭയിലായിരുന്നു. കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് MT പത്മ തിരഞ്ഞെടുക്കപ്പെടുന്നത്. മന്ത്രിസഭയിൽ അംഗമായ മൂന്നാമത്തെ വനിതയാണ് MD പത്മ എന്നൊരു സവിശേഷത കൂടി അവർക്കുണ്ട്. അവരാണ് ഇപ്പോൾ 81 വയസ്സിൽ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടിരിക്കുന്നത്. നാളെ മൃതദേഹം കോഴിക്കോടേക്ക് എത്തിക്കും. വിനോദ്, അതെ, അങ്ങനെ തന്നെയാണ്. ഫിഷറീസ് ഗ്രാമവികസന രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയും 8ഉം 9ഉം കേരള നിയമസഭകളിൽ കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള അംഗമായിരുന്നു MD പത്മ. കേരള മന്ത്രിസഭയിൽ അംഗമായി മൂന്നാമത്തെ വനിത കൂടിയായിരുന്നു MD പത്മ. 1999 പാലക്കാട് നിന്നും 2004 വടകരയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. ആ വാർത്തകളാണ് ആനന്ദ് പങ്കുവച്ചത്.